മേഘ, ഇന്ന് ഒരു വാർത്ത കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നമ്മുടെ മുൻ LDF കൺവീനറും CPM-ന്റെ മുതിർന്ന നേതാവുമായ EP ജയരാജൻ വിഴിഞ്ഞം ഓഹരി വിപണി ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ CPM-ന് അനുകൂലമല്ല, CPM-ന് നേരെ വിപരീതമാണ്. കാരണം പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ ഘോരഘോരം നിയമസഭയിലും അല്ലെങ്കിൽ പുറത്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളോടും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിനേക്കാൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് EP ജയരാജൻ്റെ ആ ഒരു പ്രതികരണം. ഈ ഒരു വികസനത്തിൻ്റെ അല്ലെങ്കിൽ ബൃഹത്തായ ഒരു വികസനത്തിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തർക്കമോ അല്ലെങ്കിൽ ഇതുപോലൊരു വിദ്വേഷമോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്ത് പറ്റി ഇദ്ദേഹത്തിന്? തീർച്ചയായിട്ടും EP ജയരാജൻ പണ്ട് മുതലേ മറ്റേ പുകഞ്ഞ പുള്ളിയാണ്. എന്ത് തോന്നിയാലും അപ്പം അങ്ങോട്ട് പറയുക. ഭാഷ എന്തോ ആയിക്കോട്ടെ, എന്ത് നയം എന്തോ ആയിക്കോട്ടെ, പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയുക എന്നുള്ള നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് EP ജയരാജൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ പിണറായി വിജയൻ സഖാവ് നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. MSCക്ക് ഓഹരി വിൽക്കുന്നു എന്ന് പറയുമ്പോൾ MSCയിലേക്ക് മറ്റേ നമ്മുടെ കേരളത്തിൻ്റെ ഈ പറഞ്ഞ തീരദേശ മേഖലയെ മുറിച്ച് കയ്യിലെടുത്ത് കൊടുത്ത് അങ്ങ് വിടുന്നത് പോലെ, കണ്ടെയ്നറിൽ കയറ്റി കൊടുത്തു വിടുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക. പക്ഷെ അതിന്റെ കൃത്യമായ വാസ്തവം എന്താണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന കാര്യമല്ല. ഇപ്പോൾ അദാനി പോർട്സ് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓഹരി വിപണിയുടെ കാര്യം, ഓഹരി വിൽക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പോകേണ്ട ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ആ പോകേണ്ട ആ ഒരു രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മിനിസ്ട്രിയുടെ വാങ്ങിക്കുന്നു, ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ അനുമതി തേടുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഓരോ രീതിയിൽ ഇങ്ങനെ വരുന്നു. അതിനുശേഷം സംസ്ഥാനത്ത് അറിയിക്കുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അദാനി ചെയ്തത്. പക്ഷേ സംസ്ഥാനത്തെ അറിയിക്കാത്തതിൽ ദുഃഖമുണ്ടെന്നും ഇതാണ് നമ്മുടെ കാര്യം ആവശ്യങ്ങളെന്നും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ EP ജയരാജൻ എന്താണ് പറഞ്ഞത്? EP ജയരാജൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത വിവാദങ്ങളുമായി വരികയാണെങ്കിൽ അത് കേരളത്തിന്റെ വികസനത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ MSC ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയൊരു ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഒരു വലിയ പദ്ധതിയല്ല, ഒരു വലിയ കമ്പനിയാണ്. അവർക്ക് എല്ലാ കോണ്ടിനെന്റ്സിലേക്കും ആക്സസ് ഉണ്ട്. കൊളംബോ പോലൊരു അന്താരാഷ്ട്ര തുറമുഖത്തോട് മത്സരിക്കുന്ന തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇന്റർനാഷണലി എൻറിച്ച്ഡ് ആയിട്ടുള്ള പോർട്ടുകളുമായിട്ട് നമുക്ക് ഇത്രയും മത്സരിക്കാൻ കഴിയണമെങ്കിൽ വിഴിഞ്ഞം ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാതകളുടെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ്. ഏതൊക്കെ കോണ്ടിനെന്റ്സുമായിട്ട് നമുക്ക് ഈ പറഞ്ഞ വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ അത്രയും സാധിക്കപ്പെടുക. ഇതാണ് നമുക്ക് വിഴിഞ്ഞം വലുതാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ചരക്ക് നീക്കം എല്ലാ കോണ്ടിനെന്റ്സിലേക്കും നടക്കട്ടെ. അതിനൊരു നല്ലൊരു പാത, നല്ലൊരു ബ്രിഡ്ജ് അല്ലേ MSC എന്ന് പറയുന്നത്. ഇതിന് ഏതൊരു സാഹചര്യം എടുത്തു നോക്കിയാലും, ഏതൊരു കണ്ടീഷൻ എടുത്തു നോക്കിയാലും ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഇതിന് പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാവും. പക്ഷെ ഇതിൽ നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെന്റ്, നമ്മുടെ സംസ്ഥാനത്ത് ഡെവലപ്മെന്റ് കൂടുതൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് പണ്ട് മുതലേ ഇടതുപക്ഷത്തിന്റെ നയം നമ്മൾക്കറിയാം. എന്തൊരു വികസന പദ്ധതി വന്നാലും അതിനെ ആദ്യം എതിർക്കുക, പ്രതിഷേധിക്കുക, സമരം വിളിക്കുക, പോരാട്ടമാക്കുക, എന്നിട്ട് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഭരണത്തിൽ വരികയാണെങ്കിൽ അത് തന്നെ നടപ്പാക്കി കയ്യടി മേടിക്കുക. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാല് സീപ്ലെയിൻ ബോൾഗാട്ടി നദിയിലേക്ക് ഇങ്ങനെ കായലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുള്ള നറേറ്റീവുകളൊക്കെ കാണുമ്പോൾ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ പണ്ട് ഇതേ കായലിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ച ഇടതുപക്ഷക്കാരുള്ള മണ്ണായിരുന്നു കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇതിനെ എതിർത്തതിന് ശേഷം ക്രെഡിറ്റ് എടുത്തതും നമ്മൾ കണ്ടു. ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ കാര്യമാണെങ്കിലും ആദ്യം ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ഉണ്ടാകുന്നില്ല. അതിനുശേഷം അതിനെ മറ്റൊരു തരത്തിലേക്ക് VD സതീശൻ സർക്കാരിന്റെ കാലത്ത്, ഇപ്പോൾ VD സതീശൻ അറിഞ്ഞുകൊണ്ട് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് എഴുതി കൊടുത്തതൊന്നും ആയിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുക നമ്മൾ കണ്ടതാണ്. ദേശാഭിമാനിയിൽ വരെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ഒരു ഓഹരി കൈമാറ്റം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാകാൻ പോകുന്നത്, സംസ്ഥാനത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റി ദേശാഭിമാനി അക്കമിട്ടെഴുതിയ ലേഖനം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അതിനെയും തള്ളി. ദേശാഭിമാനിയൊക്കെ പറഞ്ഞത് ശരിയല്ല, നമ്മൾ പറയുന്നത് ശരി എന്നൊക്കെ. അങ്ങനെ അപ്പോൾ
ഇ.പി. ജയരാജൻ പറയുന്ന കാര്യം ഇതാണ്, നല്ലത് വരുന്നെങ്കിൽ നല്ലത് വരട്ടെ, ഈ തമ്മിൽ തല്ലി കിട്ടാനുള്ളത് നേടാതിരിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാകുക. ഇപ്പൊ കേരളം ഇപ്പൊ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലേക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഇന്ന പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു നറേറ്റീവ് നമ്മൾ ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് തന്നെയായാലും ഇപ്പോൾ വി.ഡി. സതീശൻ നമുക്ക് ഈ പറഞ്ഞ നിലപാട് അറിയിച്ചിട്ടുണ്ട് നിയമസഭയിൽ. ഇപ്പോൾ അദാനി പോർട്ടിനെന്നല്ല MSCക്ക് ആണെങ്കിൽ പോലും കേരളത്തിൽ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഒരു മോണോപോളിയും അനുവദിക്കുന്നില്ല. ഇപ്പോൾ വിഴിഞ്ഞം ആരുടെ സ്വത്തെന്ന് ചോദിച്ചാൽ അത് അദാനിയുടെ സ്വത്തെന്ന് പറയില്ല, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സ്വത്തെന്ന് പറയില്ല, അത് കേരളത്തിൻ്റെതാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് കേരളത്തിന്റെ മാത്രമാക്കാൻ കഴിഞ്ഞില്ല? അത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ്. നമ്മൾ വലിയ സാമ്പത്തിക ശക്തിയായ ഒരു സംസ്ഥാനമായിരുന്നു കേരളമെങ്കിൽ അദാനിയുടെ ഒരു ആവശ്യമില്ലായിരുന്നു, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മൾ തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടം പൂർത്തിയാക്കാൻ നമുക്ക് പണമില്ലാത്തത് കൊണ്ടാണ് അദാനി അദാനി പോർട്സിന് നമ്മൾ കൈ കൊടുക്കേണ്ടി വന്നത്. സോ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തൊക്കെ വരുമാനം കൊണ്ടുവരാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ അവർക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചോ, എന്നാൽ പോലും നമ്മുടെ മണ്ണിലുണ്ടാകാൻ പോകുന്ന വ്യവസായ മാറ്റം എന്ന് പറയുന്നത് ചെറുതാണോ? ഇപ്പോൾ നമ്മൾ ആലുവയിൽ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ വരുന്നു. ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദമായി, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സൈറ്റ് വരുന്നു. ആലുവ കേന്ദ്രീകരിച്ച് ചുറ്റും കുറേ തൊഴിലാളികൾ ഉണ്ടാകില്ലേ, കുറേ പേർക്ക് ജോലി കിട്ടും. ഈ ജോലി കിട്ടുമ്പോൾ ഇത്രയും പേർക്ക് ലൈഫ് സ്റ്റൈൽ മാറും. ഇവർക്ക് കിട്ടുന്ന പണം ഈ എക്കോസിസ്റ്റത്തിൽ കിടന്ന് സർക്കിൾ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർക്ക് ഉന്നമനം ഉണ്ടാകും. അങ്ങനെ പല പല പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. അത് തന്നെയാണ് ദേശാഭിമാനിയുടെ ലേഖനത്തിൽ വ്യക്തമായി വൃത്തിയായി എഴുതി വെച്ചത്. അതിനെ ഡിഫെൻഡ് ചെയ്തതിനു ശേഷം ബേസിക്കലി ഭരണപക്ഷത്തെ എതിർക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്നുള്ളത് മനസ്സിലാക്കണം അവർ. നിങ്ങൾ ഇപ്പോ ഭരണപക്ഷത്ത് നിന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുന്നു, അത് ചൂണ്ടിക്കാണിക്കുക, ഇത് തെറ്റാണ്, ഇതാണ് നല്ല വഴി എന്ന് ചൂണ്ടിക്കാണിക്കുക. അത് കേൾക്കുന്നില്ലെങ്കിൽ അവർ ആദ്യം അവർ അവകാശവാദം ഉന്നയിച്ചതുപോലെ ക്രിയാത്മക പ്രതിഷേധമാകുക, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുക. ഇതൊന്നും ചെയ്യാതിരുന്നങ്ങ് വീമ്പിളക്കുക. അതല്ല ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പക്ഷം എന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ. തീർച്ചയായിട്ടും. ഇപ്പോൾ അവരെ കൊണ്ടൊന്നും ആവുന്നവരൊന്നും ചെയ്യാനും സമ്മതിക്കത്തില്ല. മറ്റേ പശുവിട്ട് തിന്നില്ല, അല്ല പട്ടിയോട്ട് തിന്നില്ല, പശുവിനോട്ട് തീറ്റിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആ ഒരു ഉദ്ഘാടന വേളയിൽ CPM അല്ലെങ്കിൽ ആ ഒരു സൈബർ ഹാൻഡിൽ നിന്ന് പ്രധാനമായിട്ടുള്ള ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി ഇട്ട കല്ല്, ഈ ഒരു കല്ല് മാറ്റി ഈ ഒരു വിഴിഞ്ഞം പോർട്ടിനെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് LDF സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതേ കൂട്ടർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അദാനിയുടെ ഓഹരി വിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു MSCയുടെ ഈ ഒരു ഓഹരി കേരളത്തിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തന്നെ പടർത്തി വിടുന്നത്. ഈ ദേശാഭിമാനി ലേഖനം വന്നു, അല്ലെങ്കിൽ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വന്നതിന് 3-ാം പക്കം അത് നേരെ തിരുത്തി. ഈ വിഴിഞ്ഞം ഈ ഒരു കേരളത്തിന് അപകടകരമാണ് എന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി തന്നെ ശ്രദ്ധയിൽപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു പത്രവാർത്ത കണ്ടാണ് ഈ ഒരു വിഴിഞ്ഞത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ തന്നെ വന്നത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ, അതായത് ഈ MSCയുടെ ഉദ്യോഗസ്ഥരൊന്നും ഈ ഒരു ഓഹരി വിൽപ്പനയുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടോ സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നില്ല. അതിനിടയ്ക്കാണ് ഈ എവിടെ നിന്നോ കിട്ടിയ തുമ്പും പാലും വെച്ചൊരു വാർത്ത, വലിയൊരു ലേഖനം തന്നെ ദേശാഭിമാനി എത്തുകയും അത് നിയമസഭയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. പിന്നെ അത് തിരികൊളുത്തു വിട്ട ഒരു വലിയൊരു എന്താ പറയുക, ഒരു സ്ഫോടക വസ്തു പോലെ ഇങ്ങനെ കത്തിപ്പിടിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വെറും ഉണ്ടയില്ല വെടി എന്നുള്ള അവസ്ഥയിലായി ആ ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ കരാറിന്റെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ വി.ഡി. സതീശൻ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു, അദാനി അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യം പറഞ്ഞില്ലേ, വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വി.ഡി. സതീശന്റെ പഴയൊരു ബൈറ്റ് ഭയങ്കര വൈറലായിട്ട് ഓടുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം വയനാട് തുരങ്കപാത വേണ്ട
എന്ന് പറഞ്ഞിട്ടില്ല. ഈ വയനാട് തുരങ്കപാത മോശമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പരിസ്ഥിതി പഠനം നടത്തിയ ശേഷം, കാര്യങ്ങളെല്ലാം അവലോകനം നടത്തിയ ശേഷം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഇത് തുടരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതാണ് ഈ പറഞ്ഞ ക്രിയാത്മക പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്രിയാത്മക പ്രതിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ജനം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ കാണണം എന്ന് പറയുന്നതായിരിക്കണം പ്രതിപക്ഷം. അതായത് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും വ്യക്തത വരുത്താൻ കഴമ്പുമുണ്ടാകും. ഈ ഒരു കഴമ്പ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഇല്ല എന്നതുള്ളതാണ് ഏറ്റവും വലിയൊരു പരാജയം.